എഫെസ്യലേഖനം 1-ാം അധ്യായത്തിലെ അടുത്തൊരു വാക്യം നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുക. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു വാക്യം, എന്നെ വളരെ ബലപ്പെടുത്തിയൊരു വാക്യം. 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. 3 പദങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. 1-ാമത്തെ പദം സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ് എന്നുള്ളൊരു പദം 2-3 ദിവസത്തിന് മുമ്പ് നമ്മൾ ചിന്തിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആമേൻ. റാൻസം മണി കൊടുത്ത്, വീണ്ടെടുപ്പ് വില കൊടുത്ത് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ച് വിളിക്കുന്നതിൻ്റെ പേരാണ് റിഡംഷൻ അഥവാ വീണ്ടെടുപ്പ് എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. 2-ാമത്തെ പദം ഇതിനകത്ത് നമ്മൾ കാണുന്നത് ആമേൻ അവകാശത്തിൻ്റെ അച്ചാര്. അവകാശത്തിൻ്റെ അച്ചാര്. അച്ചാരം എന്നൊക്കെയുള്ള പദം പഴയ കാലത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആഴം അറിയത്തുള്ളൂ. ആമേൻ. നമ്മളൊരു സാധനം മേടിക്കുക, അതിന് ഫുള്ള് പൈസ കൊടുക്കാൻ ഇപ്പോൾ ഇല്ല. എന്നാൽ ഒരു അഡ്വാൻസ് മണി അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് തുക കൊടുത്ത് നമ്മുടേതാക്കി അവകാശമാക്കി വെക്കുന്നതിൻ്റെ പേരാണ് അച്ചാരം എന്ന് പറയുന്നത്. മനസ്സിലായി? മുഴുവൻ പൈസയും കൊടുക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് കൊടുത്ത് ഇനി ആരും ഇത് മേടിക്കാൻ പാടില്ല, ഇനി ആരും ഇതെടുക്കാൻ പാടില്ല, ഇതെൻ്റെതാണ്, ബാക്കി പൈസ ഞാൻ ഉടനെ കൊടുക്കും, അല്ലേ? എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നൊക്കെ ദൈവവൈദ്യരെ നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് വേണ്ടി ഒരുവനുണ്ട്, അച്ചാരം തന്നവൻ. എന്തോ അച്ചാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവളെ എൻ്റേതാക്കി തീർക്കാനായിട്ട് വില കൊടുത്തേക്കുക. എന്തോ നമുക്ക് അച്ചാരം? പൈസയൊന്നുമല്ല, പരിശുദ്ധാത്മാവിനെ. മനസ്സിലായോ? എന്താ പരിശുദ്ധാത്മാവ്? ഹോളി സ്പിരിറ്റ്. അത് നമ്മുടെ കർത്താവ് തന്നെയാണ്. കർത്താവിൻ്റെ ആത്മാവാ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് അച്ചാരമായിട്ട് തന്ന അവൻ 3-ാമത്തെ പദം നോക്കിയേ, വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. മുദ്ര എന്നുവെച്ചാൽ എനിക്ക് നിനക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന്, ആരും ഇല്ലെന്നൊന്നും തോന്നൽ വരല്ലേ. എനിക്ക് നിങ്ങൾക്കും ആളുണ്ട്, ചോദിക്കാൻ ആളുണ്ട്, പറയാൻ ആളുണ്ട്. ആമേൻ. ആരാ? പരിശുദ്ധാത്മാവ്. ഈ മുദ്ര ഇട്ടേക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിത്യതയെ കൊണ്ടുപോകാനാ. ഈ മുദ്ര ഇട്ട ദൈവം ബാക്കി തരാതിരിക്കുവോ? ഉറപ്പായിട്ട്. അച്ചാരം തന്നവൻ ബാക്കി ചെയ്യാതിരിക്കുവോ? കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുവാനായിട്ടിടയായിത്തീരും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീനെന്നാ പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്. കാരണം ആ സമയങ്ങളിൽ അവർ മരണത്തെക്കുറിച്ച് വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്നൊരു കാലഘട്ടമാണ്. അന്നേരം പൗലോസ് ലേഖനം എഴുതുന്ന ഇല്ല, കർത്താവ് ഗംഭീരനാഥത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിൻ്റെ കാഹളത്തോട് സ്വർഗ്ഗത്തിനിറങ്ങി ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്നവർ അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരിപ്പം മേഘങ്ങൾ എടുക്കപ്പെടത്തുള്ളൂ. ഇതാ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഹല്ലേലൂയ. 3 പദം സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പ്. 2-ാമത്തെ പദം അവകാശത്തിൻ്റെ അച്ചാരം. 3-ാമത്തെ പദം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമ്മുടെ മേലൊരു മുദ്രയുണ്ട്. അച്ചാരം തന്നവൻ ബാക്കി കൊടുത്ത് നമ്മളെ വീണ്ടെടുക്കും. നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, കേൾപ്പിച്ച ദൂതിൻ്റെ മുമ്പിൽ, വചനത്തിന് മുമ്പിൽ സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവ സാന്നിധ്യത്തിൻ്റെ വലിയ ഉറവകൾ ഒന്ന് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.